നമസ്കാരം. വിദേശയാത്രകളിൽ ആ നാട്ടിൽ കൂടി സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ളത് നിങ്ങളുടെ യാത്രകളെ കൂടുതൽ അനായാസമാക്കും. വാഹനം ഓടിക്കാൻ മാത്രമല്ല, യാത്രാ രേഖയായി ഇത്തരം ഡ്രൈവിംഗ് ലൈസൻസുകളെ ഉപയോഗിക്കാവുന്നതാണ്. പല രാജ്യങ്ങളിലും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിന് നിയമ സാധുതയുണ്ട്. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന് നിയമപരമായ അനുമതിയുള്ള വിദേശ രാജ്യങ്ങളെക്കുറിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒപ്പം ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിനെ കുറിച്ച്. സാധാരണ വിദേശ യാത്രകളിൽ പൊതുഗതാഗതത്തെയോ അല്ലെങ്കിൽ ടാക്സി സേവനങ്ങളെയൊക്കെയാണ് യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. മനോഹരമായ ഒരു പ്രദേശത്തു കൂടി സ്വയം കാറോ ബൈക്കോ ഓടിച്ചുകൊണ്ടുള്ള യാത്രകൾ വ്യത്യസ്തമായ അനുഭവമാവും സമ്മാനിക്കുന്നത്. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റിന്റെ ആവശ്യമില്ലാതെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് തന്നെ വാഹനങ്ങൾ ഓടിക്കാൻ സാധിക്കുന്ന രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു ദിവസം മുതൽ ഒരു വർഷം വരെ ഈ രാജ്യങ്ങളിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിന് നിയമ സാധുതയുണ്ട്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിന് സാധുതയുള്ള രാജ്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. അമേരിക്ക. ഇംഗ്ലീഷിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഒരു വർഷം വരെ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ എപ്പോൾ അമേരിക്കയിൽ എത്തി എന്നത് തെളിയിക്കുന്ന I-94 ഫോം കൈവശം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മലേഷ്യ. ഇംഗ്ലീഷിലോ മലായിലോ ഉള്ള ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. മലേഷ്യയിലെ ഇന്ത്യൻ എംബസിയോ ലൈസൻസ് നൽകിയ MVDയുടെയോ സാക്ഷ്യപ്പെടുത്തലും വേണം. ഇവ ഇല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ജർമ്മനി. ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് 6 മാസം വരെ ജർമ്മനിയിൽ വാഹനം ഓടിക്കാവുന്നതാണ്. ഡ്രൈവിംഗ് ലൈസൻസിന്റെ ജർമ്മൻ പരിഭാഷ കയ്യിൽ കരുതണം. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. ഓസ്ട്രേലിയ. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് രാജ്യത്ത് 3 മാസം വരെ വാഹനം ഓടിക്കാവുന്നതാണ്. ഇംഗ്ലീഷിലാണ് ലൈസൻസ് എങ്കിൽ ന്യൂ സൗത്ത് വെയിൽസ്, ക്വിൻസ്ലാൻഡ്, ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ, സൗത്ത് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെല്ലാം വാഹനം ഓടിക്കാൻ സാധിക്കും. യു കെയിലെ ഡ്രൈവിംഗ് രീതികളാണ് ഏറെക്കുറെ ഇന്ത്യയിലും. റൈറ്റ് ഹാൻഡ് ഡ്രൈവുമാണ്. അതുകൊണ്ട് നമ്മുടെ ലൈസൻസ് കൊണ്ട് ഒരു വർഷം വരെ യു കെയിൽ വാഹനം ഓടിക്കാം. വെയിൽസ്, ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് എന്നിവിടങ്ങളിൽ വാഹനം ഓടിക്കാൻ സാധിക്കും. ന്യൂസിലൻഡ്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വർഷം ന്യൂസിലൻഡിൽ വാഹനം ഓടിക്കാം. ന്യൂസിലൻഡ് ട്രാൻസ്പോർട്ട് ഏജൻസി ഇന്ത്യൻ ലൈസൻസ് അംഗീകരിക്കണമെന്ന് മാത്രം. സ്വിറ്റ്സർലൻഡ്. ഇന്ത്യൻ ലൈസൻസ് എങ്കിൽ ഒരു വർഷം വരെ സ്വിറ്റ്സർലൻഡിൽ വാഹനം ഓടിക്കാം. ദക്ഷിണാഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ നഗരങ്ങളിലൂടെ വാഹനം ഓടിക്കാൻ നിങ്ങൾക്ക് 2 കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. 1, 21 വയസ്സ് കഴിഞ്ഞിരിക്കണം. 2, നിങ്ങളുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്തതായിരിക്കണം. സ്വീഡൻ. ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് ഒരു വർഷം വരെ സ്വീഡനിൽ വാഹനം ഓടിക്കാൻ സാധിക്കും. അതിന് നിങ്ങളുടെ ലൈസൻസ് ഇംഗ്ലീഷ്, നോർവീജിയൻ, സ്വീഡിഷ്, ഫ്രഞ്ച്, ജർമ്മൻ എന്നീ ഭാഷകളിൽ ഏതെങ്കിലും ഒന്നായാൽ മാത്രം മതി. സിംഗപ്പൂർ. ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് ഒരു വർഷം വരെ സിംഗപ്പൂരിൽ വാഹനം ഓടിക്കാൻ സാധിക്കും. ലൈസൻസ് ഇംഗ്ലീഷിലായിരിക്കണം. ഹോങ്കോങ്. ഒരു വർഷം വരെ ഹോങ്കോങ്ങിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാൻ സാധിക്കും. അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഹോങ്കോങ്ങിൽ വാഹനം ഓടിക്കാവുന്നതാണ്. സ്പെയിൻ. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് 6 മാസം വരെ സ്പെയിനിൽ വാഹനം ഓടിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇംഗ്ലീഷിലായിരിക്കണം. ഒപ്പം തിരിച്ചറിയൽ രേഖയും കയ്യിൽ കരുതണം. കാനഡ. തികച്ചും വ്യത്യസ്തമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമുള്ള കാനഡയിലൂടെ കാർ ഓടിച്ചു പോകുന്നത് പ്രത്യേക അനുഭവമായിരിക്കും. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് 60 ദിവസം വരെ കാനഡയിൽ വാഹനം ഓടിക്കാവുന്നതാണ്. ഇതിന് ശേഷം വാഹനം ഓടിക്കണമെങ്കിൽ കനേഡിയൻ ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടിവരും. ഫിൻലാൻഡ്. ഫിൻലാൻഡിലേക്ക് എത്താൻ ആരോഗ്യ ഇൻഷുറൻസ് ആവശ്യമാണ്. ഈ ഇൻഷുറൻസിനെ അടിസ്ഥാനപ്പെടുത്തി 6 മുതൽ 12 മാസം വരെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാനുള്ള അനുമതി ഫിൻലാൻഡിൽ ലഭിക്കും. ഭൂട്ടാൻ. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് 4 ചക്ര, ഇരുചക്ര വാഹനങ്ങൾ ഭൂട്ടാനിൽ ഓടിക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് വാഹന പെർമിറ്റ് ഉണ്ടെന്ന് ഉറപ്പിക്കണമെന്ന് മാത്രം. ഫ്രാൻസ്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് ഒരു വർഷം വരെ ഫ്രാൻസിൽ വാഹനം ഓടിക്കാൻ സാധിക്കും. എന്നാൽ ലൈസൻസ് രേഖ ആദ്യം ഫ്രഞ്ച് ഭാഷയിലേക്ക് മാറ്റണം. നോർവേ. പ്രകൃതി ഭംഗി കൊണ്ടും മലനിരകൾ കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട നാടാണ് നോർവേ. 3 മാസം വരെ നോർവേയിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാൻ സാധിക്കും. ഇറ്റലി. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചോ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസോ ഉപയോഗിച്ച് ഇറ്റലിയിൽ വാഹനം ഓടിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പരമാവധി 1 വർഷത്തേക്ക് മാത്രമാണ് ഇത് സാധ്യമാവുന്നത്. മൗറീഷ്യസ്.
ഒരൊറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന ചെറു ദ്വീപ് രാഷ്ട്രമാണ് മൗറീഷ്യസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിന് ഒരു ദിവസത്തേക്ക് മാത്രമാണ് മൗറീഷ്യസിൽ നിയമപരമായ അംഗീകാരമുള്ളത്. ഐസ്ലാൻഡ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഐസ്ലൻഡിൽ ഉപയോഗിക്കാൻ സാധിക്കും. അമേരിക്ക, കാനഡ, യൂറോപ്യൻ യൂണിയൻ എന്നിവയുടെ അംഗീകാരമുള്ള ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസുകളും ഐസ്ലൻഡിൽ വാഹനം ഓടിക്കാൻ ഉപയോഗിക്കാം. അയർലൻഡ്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിന് 12 മാസം വരെ നിയമപരമായി അനുമതിയുള്ള രാജ്യമാണ് അയർലൻഡ്. ഇതിനുശേഷം അയർലൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ടി വരും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.